ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. പുറമേക്ക് നല്ല ക്രിസ്പിയും ടേസ്റ്റും ആയിട്ടുള്ള ഒനിയൻ പക്കവടയാണ് കേട്ടോ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ടൊരു ബൗളിലോട്ട് 1/4 ഗ്ലാസ് കടലപ്പൊടി ഇട്ടുകൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 5 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ഇട്ടുകൊടുക്കാം. ഇത് പത്തിരിയും ഇടിയപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന പൊടിയാണ്. ഇനി ഇതിലോട്ടൊരു 5 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 4 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പിലയും മല്ലിയിലും അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ പച്ചമുളകിന്റെ അളവൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലോട്ട് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കുഴയ്ക്കുമ്പോഴേ മാവിന്റെ ശരിക്കുള്ള പാകം അറിയാൻ കഴിയൂ. ഇപ്പോൾ ഇത് മാവ് നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഓവർ ലൂസായി പോകാൻ പാടില്ല, കുറച്ചൊന്ന് തിക്കായിട്ടിരിക്കണം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കടായിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറേശ്ശെയായിട്ട് മാവ് എടുത്തിട്ട് എണ്ണയിലോട്ട് ഇട്ടുകൊടുക്കാം. നിങ്ങൾക്ക് ഏതൊരു വലുപ്പത്തിലാണോ പക്കവട വേണ്ടത് ആ ഒരു വലുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഇത് അതിൻ്റെ ഒരു സൈഡെല്ലാം മുരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയിട്ട് കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് രണ്ട് സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇതിന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒനിയൻ പക്കവട റെഡി. നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? ഇതുപോലെ മറ്റുള്ളതെല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഒട്ടും എണ്ണയൊന്നും കുടിക്കാത്ത നല്ല രുചികരമായിട്ടുള്ള ഒരു നാടൻ ഉള്ളി പക്കവടയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു ഉള്ളി പക്കവട ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇത് നല്ല ക്രിസ്പിയും സ്പൈസിയും ടേസ്റ്റി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഇത് ഉണ്ടാക്കിയിട്ട് നല്ല ക്രിസ്മസോടെ തന്നെ കഴിക്കണം കേട്ടോ, അപ്പോഴാണ് റിയൽ ടേസ്റ്റ് ഉള്ളത്. പിന്നെ മാവ് റെഡിയാക്കുമ്പോൾ നിങ്ങൾക്ക് ഈ മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയും ചേർക്കാവുന്നതാണ് കേട്ടോ. എല്ലാവർക്കും എൻ്റെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ഒനിയൻ പക്കവട റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.